ഞങ്ങളെ റായത്ത് ഉണ്ട് റബീഉൽ അവ്വൽ തിങ്കളായിട്ടെങ്കിൽ എല്ലാ വർഷവും നിരന്തരമായിട്ട് ചർച്ച നടക്കുന്ന ഒരു വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണയുമായി ബന്ധപ്പെട്ട വിഷയം. എല്ലാ വർഷവും നിരന്തരമായിട്ട് ചർച്ച നടക്കരുത്. എല്ലാ രൂപത്തിലും അഭിപ്രായ സംവാദവും ചർച്ചയും എല്ലാം നടക്കരുത്. അപ്പൊ ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഞങ്ങ ഈ ചൊന്നതായി ഇസ്ലാം എന്തിനെ പഠിപ്പാട്ട് അതിനെ വെച്ചിട്ട് ഈ വിഷയത്തെ ഞങ്ങൾ എങ്ങനെ ചർച്ചാക്കാം, അല്ലെങ്കിൽ ഈ വിഷയത്തെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നോക്കൊരു വെരി സിമ്പിൾ. ഇപ്പൊ ഞങ്ങൾ ഫജ്റിന് മുന്നുള്ള 2 റക്അത്ത് ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം എനിക്ക് ചൊന്തേണ്ടതായിട്ട്, ഫജ്റിന് മുന്നുള്ള ഞങ്ങൾ 2 റക്അത്ത് സുന്നത്ത് ഞങ്ങൾ നിസ്കരിക്കുക. ഒരാൾ ഞങ്ങളുടെ കേട്ടിട്ട് എന്തൊക്കെ ഫജ്റിന് മുന്നുള്ള നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കരേ, നീ ഫജ്റിൽ പിന്നെ നിസ്കരിക്കില്ലല്ലേ, ഫജ്റിന് മുന്നുള്ള നീ നിസ്കരിച്ചോല്ല, അത് 4-3 നിസ്കരിക്കില്ല, നീ 2 ഇട്ടിക്കറ് നിസ്കരിക്കുക. അതുകൊള്ള കാരണം എന്തേ? വെരി സിമ്പിൾ ആയിട്ടിക്കറ്. ചിലപ്പോൾ അതര ഹദീസ് എന്തും ഞങ്ങൾ കാണാണ്ട് പഠിച്ചിട്ടിക്കല, മാത്രം ഞങ്ങളുടെ ആൻസർ ഉണ്ട്. എന്തൊരു ആൻസർ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാട്ടിര്, അതുകൊണ്ടായിട്ടിക്കറ്. നിസ്കാരത്തിൽ പിന്നെ നീന് 33 സുബ്ഹാനല്ലാഹ് ചൊന്നൂല്ല, അല്ലെങ്കിൽ അതിരെ വ്യത്യസ്തമായ കണക്ക് ചിലപ്പോൾ ഹദീസിൽ 10-12 അങ്ങനെ വേറെ വേറെ കണക്ക് വന്നു. അപ്പൊ എന്തിಗೆ നീ അങ്ങനെ ചൊന്നൂല്ലേ? ഞങ്ങൾക്ക് അതിരെ ഹദീസ് നാ ചൊന്ന പോലെ ഞങ്ങൾക്ക് കാണാണ്ട് ചിലപ്പോൾ ഗൊന്തിക്കല, മാത്രം ആൻസർ ഞങ്ങൾക്ക് ഗൊന്തുണ്ട്. എന്തൊരു ആൻസർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിര്, അതുകൊണ്ട് നാണ് എന്തിനാക്കുന്നത് അങ്ങനെ മേന്നാണ് അതിരാക്കിയൂല. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലതായിട്ട് ദീനിൽ ഏത് വിഷയ ഉണ്ടുണ്ടായെങ്കിൽ ഒരു ഇബാദത്ത് ദീനിലുണ്ടാ. ഞങ്ങൾ ഇപ്പൊ ഡിസ്കസ് ആക്കിയോല്ല ഇബാദത്ത് ആയതുപോലെ ഞാൻ ഇബാദത്ത് ചൊന്നൂല്ല. ദീനിൽ എല്ലാ വിഷയം അങ്ങനെ ഇട്ടിക്കറ്. ഇപ്പൊ ഇബാദത്ത് ഞങ്ങൾ ഡിസ്കസ് ആക്കിയൂല്ല. അപ്പൊ ദീനിൽ ഏത് ഇബാദത്ത് ഞങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിട്ടിക്കറ്, എന്തിಗೆ ഞങ്ങൾ ഇതാക്കിയൂല്ലേ? അപ്പൊ അതിരെ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാട്ടിയിൽ ചൊന്തുണ്ടായെങ്കിൽ പിന്നെ ഒരു മുസ്ലിമുക്ക് അപ്പറിപ്പുറം നോക്കുകയില്ല. അവനത് ആക്കണം. അവണ്ട സുന്നത്ത് വാജിബായതുണ്ടായകൊണ്ട് കമ്പൽസറി ആയിട്ട് ആക്കണം, സുന്നത്തുണ്ടായെങ്കിൽ അവനെ കൊണ്ട് ആവുരത്തര അവനത് ആക്കുകയും ശ്രമിക്കണം ചൊന്തായിട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈ ജന്മദിന ആചരണം അഥവാ റബീഉൽ അവ്വൽ 12 ഉള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റ നാളുള്ളതായ ആ ആഘോഷ ചൊല്ലത്, അതിരെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ആ വിഷയത്തിൽ ഞങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആയിട്ട് 23 വർഷം, നബി അല്ലാണ്ട് 40 വർഷം, നബി അല്ലാണ്ട് ടോട്ടൽ 63 വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 62 റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഈ 62 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിന ആഘോഷ ആക്കിറ അതായിട്ടിക്കറ് ഞങ്ങൾക്ക് പരിശോധിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആക്കിറ. അപ്പൊ ഇത് ആഘോഷിക്കുന്ന ആൾമാരെ, അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നത് പ്രത്യേകമായ ഒരു ഇബാദത്തായിട്ട് കൊണ്ടു നടക്കുന്ന ആൾമാരെ ചൊല്ലുന്നതായിട്ടിക്കറ് അത് നബിയാക്കിട്ടില്ല, സ്വഹാബിരങ്ങാക്കിട്ടില്ല. അതേപോലെ അത് സ്വഹാബിരങ്ങളിൽ പിന്നെ വന്നതായ 6 അത് ഹിജറ 300 പിന്നെ വന്നതായിട്ടിക്കറ് ചൊന്തു ആഘോഷിക്കുന്ന ആൾമാരെ അംഗീകരിക്കുന്നതായ വിഷയത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിട്ടില്ല ആ വിഷയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലാത്ത.